അപ്പോൾ നമുക്ക് നേരിട്ട് കാര്യത്തിലേക്ക് കിടക്കാം. ഇത് വന്നിട്ട് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു ജോബ് വേക്കൻസിയോ നോട്ടിഫിക്കേഷനോ ഒന്നുമല്ല. ഇത് വന്ന് കേരളത്തിലെ മലയാളികൾക്ക് കേരള മുഖ്യമന്ത്രിയുടെ കണക്ട് വർക്ക് എന്ന ഒരു പദ്ധതി പ്രകാരം ജോലി അന്വേഷിക്കുന്നവർക്ക് ഉള്ള ഒരു സാമ്പത്തിക സഹായത്തിനെ പറ്റിയിട്ടാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണത്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, ഇത് പ്രതിമാസം 1000 രൂപയാണ് കിട്ടുക. ഓക്കെ, 1 2 18 വയസ്സ് കഴിഞ്ഞവരും 30 വയസ്സ് കഴിഞ്ഞവരുമായിരിക്കണം. സോറി, 18 വയസ്സിൻ്റെ മേലെ ആയിരിക്കണം, 30 കവിയാത്തവരുമായിരിക്കണം അപേക്ഷകർ. എന്താണെന്ന് വെച്ചാൽ കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷം രൂപ കവിയാൻ പാടില്ല. പിന്നെ അടുത്തതായിട്ട്, അപ്പോൾ ഇത് 2 12 മാസത്തേക്ക് മാത്രമേ ഇത് ലഭിക്കുവാൻ അർഹതയുണ്ടായിരിക്കുകയുള്ളൂ. അതായത് ഇത് നിങ്ങൾക്ക് സാങ്ഷൻ ആയി കഴിഞ്ഞാൽ, അപ്രൂവൽ ആയി കഴിഞ്ഞാൽ 12 മാസം, അതായത് 12,000 രൂപ വരെ എല്ലാ മാസവും 1000 രൂപ വെച്ചിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും. പിന്നെ മറ്റ് പെൻഷനുകളോ ഒന്നും മേടിക്കുന്നവരായിരിക്കണം. മറ്റ് പെൻഷൻ ആനുകൂല്യങ്ങൾ വേറെ ഗവൺമെൻറ്റിൻ്റെ തന്നെ, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും അപേക്ഷിക്കാൻ പറ്റില്ല. ഇത് എങ്ങനെ ആർക്കാണ് കിട്ടുക? ഇതെല്ലാം ക്രൈറ്റീരിയ ആയ ആൾക്കാർക്ക് അപേക്ഷ ലഭിക്കുന്ന തീയതിയുടെ മുൻഗണനാ ക്രമത്തിലാണ് സാമ്പത്തിക സഹായം ലഭിക്കുന്നത്. അത് ആരാണോ ആദ്യം അപേക്ഷിച്ച് അപ്രൂവൽ ആവുന്നത് അവർക്കായിരിക്കും സാമ്പത്തിക സഹായം ആദ്യം കിട്ടുക. ഓക്കെ, അപ്പോൾ നമുക്കിനി നേരിട്ട് അതിൻ്റെ നോട്ടിഫിക്കേഷനിലേക്ക് കിടക്കാം. നോട്ടിഫിക്കേഷനിൽ പറയുന്നത്, മുഖ്യമന്ത്രിയുടെ കണക്ട് വർക്ക് പദ്ധതിയുടെ അപേക്ഷകൾ സ്വീകരിക്കുന്നു. കേരളത്തിലെ യുവതി യുവാക്കളിൽ നൈപുണ്യ പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്കും മത്സര പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്നവർക്കും പ്രതിമാസം 1000 രൂപ സാമ്പത്തിക സഹായം നൽകുന്ന മുഖ്യമന്ത്രിയുടെ കണക്ട് ടു വർക്ക് പദ്ധതിയുടെ പേര് കണക്ട് വർക്ക് പദ്ധതിയിലേക്ക് 26/12/2005 തീയതി മുതൽ അപേക്ഷകൾ സ്വീകരിക്കുന്നു. ഇതിൻ്റെ വെബ് അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. എന്നാൽ പോർട്ടലിൽ മുഖേന ഓൺലൈൻ മാത്രമാണ് അപേക്ഷ സ്വീകരിക്കുക. അതായത് ഓൺലൈനിൽ മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ പോയാൽ കിട്ടില്ല. ഓൺലൈനിൽ അപേക്ഷിച്ചിട്ട് അതിൻ്റെ സ്റ്റാറ്റസ് നോക്കുക. കേരളത്തിൽ സ്ഥിരതാമസക്കാരായ 18 വയസ്സ് പൂർത്തിയായവരും 30 വയസ്സ് കവിയാത്തവരുമായിരിക്കണം അപേക്ഷകർ. കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല. ഓക്കെ, കേന്ദ്ര സംസ്ഥാന സർക്കാർ വകുപ്പുകൾ, കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങൾ അതെന്താണെന്ന് പറഞ്ഞാൽ, കുറേ ഇതുവരെ പറയുന്നത് എന്താ വെച്ചാൽ, ഈ ഒരു പാരഗ്രാഫ് പറയുന്നത് ഫുൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വേറെ എന്തെങ്കിലും ബെനിഫിറ്റ്, അതായത് പെൻഷനായിട്ടോ സംതിങ് അങ്ങനെ പെൻഷനായിട്ടോ അങ്ങനെ എന്തെങ്കിലും മേടിക്കുന്ന ആളാണെങ്കിൽ ഇതിന് അർഹരല്ല. ഓക്കെ, പൊതുവേ ഇതിലൊന്നും ഉണ്ടാവില്ലല്ലോ ആർക്കും. പക്ഷേ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം പൊതുമേഖലാനുബന്ധ സ്ഥാപനങ്ങൾ രാജ്യത്തെ അംഗീകൃത ഡീംഡ് സർവീസ് നിലവിൽ പ്രവർത്തിക്കുന്ന അംഗീകൃത സ്വകാര്യ എന്നിവയിൽ നൈപുണ്യ പരിശീലനം നടത്തുന്നവരോ UPSC സംസ്ഥാന PSC സർവീസ് സെലക്ഷൻ ബോർഡ് കരസേന പരീക്ഷകൾ അപേക്ഷ തിരഞ്ഞെടുക്കുന്നവരോ ആയിരിക്കണം. സോറി, ഞാൻ ആദ്യം പറഞ്ഞ തെറ്റാണ്. അതായത് ഈ പരീക്ഷകൾക്ക് തയ്യാറാവുന്ന ആൾക്കാർക്കാണ് ഇത് കൊടുക്കുന്നത്. അതായത് PSC സർവീസ് സെലക്ഷൻ ബോർഡ്. കാരണം അതിലേക്കൊക്കെ ഒരുപാട് പൈസ ചിലവുള്ള കേസുകളുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഈ മാസം 1000 കൊടുക്കുന്നത്. അപേക്ഷ ലഭിക്കുന്ന തീയതിയുടെ മുൻഗണനാ ക്രമത്തിലാണ് ഞാനിത് പറഞ്ഞു. ഓക്കെ, അപേക്ഷ കൊടുക്കുന്നതിനും അപ്രൂവിന് അനുസരിച്ചിട്ടുള്ള ഡേറ്റ് പ്രകാരമാണ് കിട്ടുക. അപ്പോൾ ഇങ്ങനെ എന്ത് ക്രമത്തിലാണ് കിട്ടുക? അപ്പോൾ ആദ്യം അപ്രൂവൽ ആയവർക്ക് ആദ്യം കിട്ടും, രണ്ടാമത് അപ്രൂവൽ രണ്ടാമത് കിട്ടും, അങ്ങനെ 12 മാസമേ കിട്ടുള്ളൂ, അല്ലാണ്ട് തുടർച്ചയായിട്ട് കിട്ടില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത്, വിധവാ പെൻഷൻ, വികലാംഗ പെൻഷൻ മുതലായ ഏതെങ്കിലും സാമൂഹിക പെൻഷനുകൾ, വിധേയന സർവീസ് പെൻഷനുകൾ, കുടുംബ പെൻഷൻ, ക്ഷേമനിധി ബോർഡുകളിൽ നിന്നുള്ള കുടുംബ പെൻഷൻ, അങ്ങനെ വേറെ ആനുകൂല്യങ്ങൾ കിട്ടുന്ന ആൾക്കാർ, മനസ്സിലായ, അവർക്കിത് അപേക്ഷിക്കാൻ പറ്റില്ല. അതായത് ഇത് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ആൾക്കാരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. മാസം 1000 രൂപ, 12 ഓരോ മാസം കിട്ടും 12,000 രൂപ. അങ്ങനെ ഒരു മാസം 1000 രൂപ, അങ്ങനെ 12 മാസം, അങ്ങനെ ടോട്ടൽ 12,000, 12 മാസം കൊണ്ട് കിട്ടും. അപേക്ഷ സമർപ്പിക്കുന്ന പ്രായം തെളിയിക്കുന്ന രേഖയായി ജനന സർട്ടിഫിക്കറ്റ്, SSLC സർട്ടിഫിക്കറ്റ് എന്നിവ ഹാജരാക്കണം. ഓക്കെ, അഡ്രസ് പ്രൂഫിനായി ഇലക്ഷൻ ID, സ്കൂൾ സർട്ടിഫിക്കറ്റ് അഡ്രസ്, അങ്ങനെ സ്കൂൾ അത് ഇതാക്കാൻ. പിന്നെ ബാങ്ക് സർട്ടിഫിക്കറ്റ്, ബാങ്ക് അക്കൗണ്ട് നമ്പർ, IFSC എന്നിവയ്ക്കായി ബാങ്ക് പാസ്ബുക്കിൻ്റെ പകർപ്പ് ഹാജരാക്കണം. അതായത് നിങ്ങളുടെ അക്കൗണ്ടിലേക്കാണ് വരിക. അപ്പോൾ അതിൻ്റെ ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി അതിൽ നൈപുണ്യ പരിശീലനം പങ്കെടുക്കുന്നവർ പരിശീലന സ്ഥാപനമായി നൽകുന്ന സർട്ടിഫിക്കറ്റ്, സത്യവാങ്മൂലം, മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ മത്സര പരീക്ഷയ്ക്ക് അപേക്ഷിച്ച വിവരം എന്നിവ സമർപ്പിക്കണം. അതായത് വെറുതെ അപേക്ഷിച്ചാൽ പറയാം, നിങ്ങൾ ഇന്ന പരീക്ഷയ്ക്ക് അപേക്ഷിച്ചിട്ടുണ്ട്, അതിൻ്റെ പരീക്ഷയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം, അതിൻ്റെ ഒരു പ്രൂഫ് കൊടുക്കേണ്ടവർക്ക് നല്ല കിട്ടുള്ളൂ. അപേക്ഷയോടൊപ്പം അപേക്ഷകർ പദ്ധതി മാനദണ്ഡങ്ങൾ പരിധിയിൽ വരുന്നുണ്ടെന്ന് കാണിക്കുന്ന സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഒരു സത്യപ്രസ്താവന നൽകേണ്ടതാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇത് ഡിജിറ്റലി സൈൻഡ് കോപ്പിയാണ്.
ഇത് അപ്പോൾ ഇനി ഒരു ഡൗട്ട് വരുന്നത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളതല്ലേ. ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വെബ്സൈറ്റിൽ കയറുക. ഇതിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള എല്ലാ ഇതും ഉണ്ട്. employment.kerala.in .gov.in കയറുക, അപേക്ഷിക്കുക. ഓക്കെ. അപ്പോൾ ഇത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കും കുറച്ച് സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കും ഇപ്പോൾ 1000 രൂപ മാസം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കാനും ഒക്കെ ഉപകരിക്കും. ഓക്കെ. അപ്പോൾ ഇത് നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലോ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പിലേക്കും ഇത് ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വളരെ വളരെ ഉപയോഗപ്പെടുന്ന ഒരു കാര്യമാണിത്. ഓക്കെ, താങ്ക് യു.